മഞ്ഞുമൽ ബോയ്സ് ആണ് അടുത്ത കൃഷിന്റെ പ്രോജക്ട്. മഞ്ഞുമൽ കുറച്ച് സീ മാറ്റും മലയാളം ഇൻഡസ്ട്രിയുടെ. ഇങ്ങാരുടെ ഈ ഒരു ഒറ്റ വാക്ക് കേട്ടിട്ടാണ് അങ്ങ് അങ്കമാലി കടന്ന് ഞാൻ ട്രെയിൻ കയറി ടിക്കറ്റ് എടുത്ത് ഇങ്ങ് തിരുവനന്തപുരത്ത് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച തിയേറ്ററുകളിൽ ഒന്നായിട്ടുള്ള ഏരീസ് ഫ്ലെക്സിൽ വന്ന് ഈ ഒരു സിനിമ ഉണ്ട്. അപ്പോൾ സിനിമയെ പറ്റി സംസാരിക്കുന്നതിന് മുന്നായിട്ട് ഈ ഏരീസ് ഫ്ലെക്സ് എന്താണെന്ന് അറിയില്ലാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടായിരിക്കും. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ സ്ക്രീനുള്ള തിയേറ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു വലിയ ഉത്തരവാണ് നമ്മുടെ തിരുവനന്തപുരത്തെ SL ഏരീസ് ഫ്ലെക്സിലെ OD1. കേരളത്തിലെ IMAX തിയേറ്റർ ആയിക്കോട്ടെ, എപ്പിക് സ്ക്രീൻ ആയിക്കോട്ടെ, നമ്മുടെ ഈ ഒരു ഏരീസ് ഫ്ലെക്സിന്റെ ലെവലിൽ എത്തില്ല. പിന്നെ ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം ഡോൾബി അറ്റ്മോസിന്റെ 64 ചാനലാണ് പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ വളരെ കുറച്ച് തിയേറ്റേഴ്സ് മാത്രമേ ഉള്ളൂ ഈ ഒരു സൗണ്ട് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്നത്. കാണുന്ന സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന് ഒരു അനുഭവമാണ്. അങ്ങനെയാണെങ്കിൽ ഏരീസ് ഫ്ലെക്സിനേലും മികച്ച് ആ ഒരു അനുഭവം നൽകാൻ സാധിക്കുന്ന തിയേറ്ററുകൾ ഇന്ന് കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ ഇവിടേക്ക് വണ്ടി കയറിയത്. ആൻഡ് ഫൈനലി നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്